ഇന്ത്യൻ അതിർത്തി പിന്നിട്ട് ഇതാ നേപ്പാളിൽ പ്രവേശിച്ചു. നേപ്പാളിലെത്തി. പെർമിറ്റ് ശരിയാക്കാനുള്ള ഓഫീസ് കണ്ടെത്തണം. ഇവിടെ എങ്ങാണ്ടാണ്. തന്നെ ഓഫീസ്. ഈ പെർമിഷൻ്റെ റേറ്റ് കൂടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ദിവസം 80 രൂപ ഉള്ളൂ. ഇന്ത്യൻ രൂപ 80 അങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്ര വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 100 ആയിട്ടുണ്ട്. ഇതാണ് ബൻസാർ. വാഹനങ്ങൾ നേപ്പാൾ രാജ്യത്ത് കൊണ്ടുപോകാനുള്ള പെർമിറ്റാണിത്. സനോലി എത്താൻ ഇനി 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സനോലി എത്തുന്ന മുമ്പായിട്ടുള്ള സ്ഥിരം പതിവ് കാഴ്ചയാണ് റോഡിൻ്റെ വശങ്ങളിൽ ലോറി ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. ബോർഡർ കടന്ന് അപ്പുറത്ത് പോകാനുള്ള ലോറികളാണ്. അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വേണം കടക്കാൻ. സനോലി കടന്നു. ഇന്ത്യൻ അതിർത്തി പിന്നിട്ട് ഇതാ നേപ്പാളിൽ പ്രവേശിച്ചു. നേപ്പാളിലെത്തി. പെർമിറ്റ് ശരിയാക്കാനുള്ള ഓഫീസ് കണ്ടെത്തണം. ഇവിടെ എങ്ങാണ്ടാണ്. തന്നെ ഓഫീസ്. ഇതാണ് നേപ്പാൾ ബോർഡറിൽ പെർമിഷൻ വാങ്ങുന്ന ഓഫീസ്. ഇവിടെ നമ്മളെ വണ്ടിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ RC കാണിക്കണം. അതിൻ്റെ ഫോട്ടോ കോപ്പി കൊടുക്കണം. പിന്നെ ഒരു ദിവസത്തിന് 100 രൂപയാണ് ചാർജ്. അങ്ങനെ 12 ദിവസത്തിന് 1200 രൂപ ചാർജായി. ഇനിയിപ്പോൾ എന്തായാലും ലുംബിനിലേക്ക് പോകാം. ഈ പെർമിഷൻ്റെ റേറ്റ് കൂടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ദിവസം 80 രൂപ ഉള്ളൂ. ഇന്ത്യൻ രൂപ 80 അങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്ര വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 100 ആയിട്ടുണ്ട്. നേപ്പാൾ ടൂറിസം അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലവേറിയതാവും. ഇന്ത്യയിൽ നിന്നും സ്വന്തം വാഹനത്തിൽ നേപ്പാളിൽ പോകുന്ന ഒരു കൈവശം വെക്കേണ്ട ഒരു രേഖയാണ് ബൻസാർ. ബൻസാർ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ അനുമതിയാണ്, പ്രവേശന അനുമതിയാണ്. ഈ ബൻസാർ പ്രധാനമായിട്ട് ലഭിക്കൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നേപ്പാളിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓഫീസ് ഉണ്ട്, അവിടെ നിന്ന് ലഭിക്കും. ഞാനിപ്പോൾ ഇത് എടുത്തുള്ളത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ വഴി പോയിട്ട് സൊനൗലി എന്ന പ്രദേശത്തു നിന്നാണ്. നേപ്പാളിൻ്റെ അതിർത്തി ഭാഗമാണത്. ബൻസാർ ലഭിക്കാൻ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വണ്ടീൻ്റെ ഒറിജിനൽ RC, അതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനൽ ഇതവിടെ കാണിച്ചു കൊടുക്കണം. കൂടാതെ ഈ RCയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റും അവിടെ സബ്മിറ്റ് ചെയ്യും വേണം. അപ്പോൾ ഇതിന് ഒരു ദിവസത്തേക്ക് നമ്മളിപ്പോൾ എത്ര ദിവസമാണ് നേപ്പാളിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ദിവസത്തേക്കാണ് ബൻസാർ എടുക്കേണ്ടത്. ഒരു ദിവസത്തേക്ക് 150 നേപ്പാളീസ് റുപ്പീസാണ് ചാർജ്. ഞാനെടുത്തുള്ളത് 12 ദിവസത്തിനാണ്. എനിക്ക് 1800 നേപ്പാൾ റുപ്പീസ് വേണ്ടി വന്നു. പക്ഷേ 2000 രൂപ നേപ്പാളീസ് കൊടുത്തിട്ട് ഒരു ബാക്കി 200 രൂപ തിരിച്ചു വന്നില്ല. അതവരങ്ങനെ വെക്കും, നമ്മളങ്ങനെ തിരികെ പോകുന്നു. ഇതാണ് ബൻസാർ. വാഹനങ്ങൾ നേപ്പാൾ രാജ്യത്ത് കൊണ്ടുപോകാനുള്ള പെർമിറ്റാണിത്.
സോനോലിയിലെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫീസിൽ നിന്ന് എനിക്ക് ബൻസാർ വാങ്ങാൻ വേണ്ടി ഉണ്ടായ നടപടിക്രമങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഓഫീസിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു ചെറിയൊരു കൗണ്ടറുണ്ട്. അവിടെ ഒരു ചുവന്ന രസീതിൽ നമ്മളെ വണ്ടിൻ്റെ നമ്പർ, അതുപോലെ എത്ര ദിവസം നേപ്പാളിൽ സ്റ്റേ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കാം. അപ്പോൾ അവർ ആ രസീതിൽ കറക്റ്റ് എഴുതി തരും. അതുമായിട്ട് നമ്മൾ വേറൊരു കൗണ്ടറുണ്ട്, നമുക്ക് ഈ ബൻസാർ വാങ്ങിക്കാനുള്ള കൗണ്ടറുണ്ട് ഓഫീസിൽ തന്നെ. അവിടെ പോയിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും RC ഒറിജിനൽ കാണിക്കുക, ഫോട്ടോസ്റ്റാറ്റും, അതുപോലെ ലൈസൻസിൻ്റെ ഫോട്ടോസ്റ്റാറ്റും RCൻ്റെ ഫോട്ടോസ്റ്റാറ്റും അവിടെ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് വേണ്ട ദിവസം ആ ദിവസത്തിന് വേണ്ട കറക്റ്റ് പൈസ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൻസാർ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം കൂടി കിട്ടും. 1 മണിക്കൂർ വേണ്ട, അരമണിക്കൂർ കൊണ്ട് തിരക്കില്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ബൻസാർ നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാഴ്ചയാണ് നേപ്പാൾ സ്റ്റേ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 7 ദിവസം, ഒരു 10 ദിവസത്തേക്കുള്ള ബൻസാർ എന്തായാലും എടുത്ത് വെക്കാം. കാരണം വല്ല കാരണവശാലും നമുക്ക് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ നേപ്പാൾ അതിർത്തി വിട്ടിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ലെങ്കിൽ കുറേ നൂലാമാലകളുണ്ട്, വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ എന്തായാലും 2-3 ദിവസം കൂട്ടിയെടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ക്യാഷ് കൊടുക്കാൻ നേപ്പാളി കറൻസി ഇല്ല എന്ന് വെച്ചിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഇന്ത്യൻ കറൻസി അവിടെ സ്വീകരിക്കും. നേപ്പാളിൽ വന്ന് കയറിയ തന്നെ ഈ പൊടിയിലേക്കുണ്ടോ. ഈ റോഡൊന്നും ഇപ്പോഴും ശരിയാക്കിയില്ല. 1.5 വർഷം മുമ്പ് വരുമ്പോൾ ഈ റോഡ് തന്നെ അവസ്ഥ ഒന്നും കൂടി പൊട്ടിപ്പൊളിഞ്ഞ്. ലുംബിനി വരെ പൊടിയാന്ന് തോന്നുന്നത്. ലുംബിനി വരെ, അതായത് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് 26-28 കിലോമീറ്റർ ഉണ്ട് ലുംബിനിക്ക്. അവിടെ നിന്ന് തുടങ്ങിയ പൊടിയാണ്, ഇപ്പോഴും കണ്ടില്ല. ഇപ്പോൾ റോഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് പൊടിക്ക് കുറച്ചൊരു കുറവ്, അങ്ങനെ നല്ല പൊടിയാണ്. ചളി, പൊടി. ഇപ്പോൾ ഇന്ത്യൻ സമയം 5:30 ആയിട്ടുള്ളൂ. അതായത് നേപ്പാളിൽ ഇപ്പോൾ 5:45 ഉണ്ടാവും. നേപ്പാൾ 15 മിനിറ്റ് മുന്നിലാണ്. പക്ഷേ രാത്രിയുടെ ഫീൽ, ഒരു 8 മണിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കിട്ടുന്നത് രാത്രി. ആരൊക്കെ പൊടി, റോഡിലൊക്കെ പൊടി തന്നെയുള്ളൂ, വേറെ പിന്നെ പൊടി കൊടുന്ന് വിടാണ് ഇവർ. ഇവരെന്ത് കാട്ടുന്നത്? പൊടിയല്ല, വേറെ എന്താ. ഇനി ഇവിടുന്ന് ലുംബിനിക്ക് 4 കിലോമീറ്റർ ഉണ്ട്. ഹായ്, വെൽക്കം ടു നേപ്പാൾ. ഇന്നലെ രാത്രി നേപ്പാളിലെത്തി, ലുംബിനിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നെന്തായാലും ലുംബിനിയുടെ പരിസര ഭാഗത്തൊക്കെയാണ് കറക്കം. ഇവിടെ ഈ വൈക്കോല് കത്തിക്കണോണ്ടേ, കർഷകർ ഈ വൈക്കോല് കൂട്ടമായി കത്തിക്കണോണ്ടുള്ള പുകമഞ്ഞുണ്ട്, പൊല്യൂഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാണാൻ പറയാം, കോടമഞ്ഞൊന്നുമല്ല, പൊല്യൂഷൻ തന്നെയാണ്. ഇത് ലുംബിനിയിലെ ചെറിയ ഗ്രാമങ്ങളാണ്. ഞാനിങ്ങനെ വെറുതെ ലുംബിനിയിലെ ഗ്രാമങ്ങളിലൂടെ നടക്കാൻ ഇറങ്ങിയാണ് രാവിലെ. ചുമരൊക്കെ ചെളി കൊണ്ട് തേച്ച് മിനുക്കി മുകളിൽ ഓലമേഞ്ഞ കൊച്ചു വീടുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ അധികം സഞ്ചരിക്കുന്നത് സൈക്കിളിലാണ്. എല്ലായിടത്തും സൈക്കിളുണ്ട്.
नाम बोलो। नाम आकृति खत्री अन्नबिके आज स्कूल नहीं है? है। फोटो नहीं निकलेगा, वीडियो बन रहा है। वीडियो वीडियो I know. നേപ്പാളിൽ നിന്നുമുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോ അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.